യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ ദേവാലയ സെമിത്തേരിയിൽ നമ്മൾ പോകാറുണ്ട്. പ്രത്യേകിച്ച് ആത്മാക്കളുടെ ദിനമെങ്കിലും നമ്മൾ അവിടെ പോകാറുണ്ട്. നമ്മളും ഒരിക്കൽ അവിടേക്ക് പോകേണ്ടവരാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ പോവുക തന്നെ വേണം. നമ്മുടെ പ്രിയപ്പെട്ടവർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ കല്ലറയുടെ മുകളിൽ അവരുടെ പേരും അവരുടെ ജനിച്ച വർഷവും മരിച്ച വർഷവും ഒക്കെ കുറിക്കാറുണ്ട്. പ്രിയപ്പെട്ടവൻ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ അപ്രകാരം കുറിച്ച് വയ്ക്കാറുണ്ട്. എന്നാൽ ശൂന്യമാക്കപ്പെട്ട ഒരു കല്ലറ, അത് ക്രിസ്തുവിൻ്റെ കല്ലറയാണ്. അവൻ അവിടെയില്ല, അവൻ ഉയർപ്പിക്കപ്പെട്ടു. ഈ ക്രിസ്തു നൽകുന്ന പാഠമെന്ന് പറയുന്നത്, ദുഃഖവെള്ളിക്കും ദുഃഖശനിക്കും മുകളിൽ നമുക്കൊരു ഈസ്റ്ററുണ്ട്. ജീവിതത്തിൽ നമുക്ക് ദുഃഖവെള്ളിയാഴ്ചകളും ദുഃഖശനികളും ധാരാളമായിട്ട് കടന്നു വരാറുണ്ട്. ജീവിത പ്രശ്നങ്ങളിലും ജീവിത പ്രതിസന്ധികളും ജീവിത ദുഃഖങ്ങളുമൊക്കെ നമ്മെ നിരാശപ്പെടുത്തുമ്പോൾ, നമ്മെ തളർത്തുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ശൂന്യമാക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ കല്ലറയാണ്. അത് നൽകുന്ന പാഠം, ഈ ദുഃഖവെള്ളിക്കും ദുഃഖശനിക്കും മുകളിൽ നമുക്കൊരു ഈസ്റ്റർ ഉണ്ട് എന്ന സന്ദേശമാണ്. യോനായുടെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ യോന മത്സ്യത്തിൻ്റെ ഉള്ളിൽ കിടന്ന് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്: എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു, അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു. പ്രിയപ്പെട്ടവരെ, നിൻ്റെ രോദനങ്ങളുടെ നിമിഷങ്ങളിൽ നിന്നെ പുറത്തു കൊണ്ടുവരാൻ ശക്തനായ ഒരു ദൈവമുണ്ട്. അതിനാൽ ദുഃഖവെള്ളിയും ദുഃഖശനിയും ഒക്കെ കടന്നു പോകും. നിൻ്റെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ ഒരു ജീവിതം നിനക്കുണ്ട്. അതിനാൽ പ്രതീക്ഷയോടുകൂടെ ഈ ദിനത്തിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.